മീഷോയിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നും വളരെ അഫോർഡബിൾ റേറ്റിനും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലും കിട്ടുന്ന കുറച്ച് പ്രൊഡക്ട്സുകൾ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒക്കെ ഒരു അൺബോക്സിങ്ങും ഉപയോഗിച്ചതിന് ശേഷമുള്ള റിവ്യൂ കൂടിയാണ് ഈ ഒരു വീഡിയോ. ഇതിൽ ഏതെങ്കിലും പ്രൊഡക്ട്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമന്റ് ബോക്സ് എടുത്തിട്ട് അതിൽ മോസ്റ്റ് റെലവൻറ്റ് എന്നുള്ളത് എടുത്ത് അതിൽ ഓൾ കമന്റ്സ് ആക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ ലിങ്കുകളെല്ലാം കാണാവുന്നതാണ്. അല്ലെങ്കിൽ ലിങ്ക് എന്ന് കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഡയറക്റ്റ് ലിങ്ക് ഇട്ട് തരുന്നതായിരിക്കും. യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ലിങ്കുകളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാകും. ഇതുപോലുള്ള ലിങ്കുകളൊക്കെ ലഭിക്കാൻ ലേഡീസുള്ള ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം, യൂട്യൂബിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആദ്യത്തെ പ്രൊഡക്റ്റ് എനിക്ക് വീട്ടിലേക്ക് വളരെ അത്യാവശ്യമായിട്ടുണ്ടായ ഒരു ഓർഗനൈസർ ആണ് കേട്ടോ. നമുക്ക് ചെരുപ്പൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റിയ അടിപൊളി ഒരു സ്റ്റാൻഡാണ്. അപ്പോൾ വീട്ടിൽ പിള്ളേരെന്ന് വെച്ചാൽ പിള്ളേർ സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ ആ ഷൂ ഊരിയിട്ട് സിറ്റ് ഔട്ടിലായിട്ട് ഇടത്തുള്ളൂ. അപ്പോൾ നമ്മുടെ നിലവിലുള്ള സ്റ്റാൻഡ് എന്ന് വെച്ചാൽ സിറ്റ് ഔട്ടിൽ നിന്ന് കുറച്ച് ദൂരെയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങോട്ട് കൊണ്ടുപോയി വെക്കാനുള്ള മടി കൊണ്ട് അവരവിടെ ഇടും. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കുഞ്ഞു മക്കളൊക്കെ അത് താഴോട്ട് എടുത്തിടും. അപ്പോൾ മഴ പെയ്യുമ്പോൾ മഴ നനഞ്ഞും ചെളിയായൊക്കെ വൃത്തികേടായിട്ട് പോകും. ഇവിടെ തന്നെ നമ്മൾ സ്റ്റാൻഡിലേക്ക് കൊണ്ടുപോയി വെക്കാൻ പറഞ്ഞാലും അവരതങ്ങനെ ചെയ്യാറില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു വന്ന ആ സ്റ്റാൻഡ് സിറ്റ് ഔട്ടിലേക്ക് എടുത്തു വെക്കാമെന്ന്. അപ്പോൾ ആ സ്റ്റാൻഡ് ആണെങ്കിൽ ഒത്തിരി വലുതാണ്. അങ്ങനെ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു സ്റ്റാൻഡ് എൻ്റെ കണ്ണിൽ പെടുന്നത്. ഞാൻ ഓർഡർ ആക്കുന്നത് കേട്ടോ. വന്നു കഴിഞ്ഞ സമയത്ത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. ഇതിൻ്റെ ഷെൽഫ് വന്നിട്ട് 3 ഷെൽഫ് ഉണ്ടായിരുന്നു. മെറ്റീരിയൽ പ്ലാസ്റ്റിക് ആണ്. പക്ഷെ പെട്ടെന്ന് ബ്രേക്ക് ആവുന്ന ടൈപ്പ് അല്ല കേട്ടോ, പെട്ടെന്ന് പൊട്ടുന്ന ടൈപ്പുള്ള ഒരു പ്ലാസ്റ്റിക്കും അല്ല, അത്യാവശ്യം നല്ല ബലമുള്ള പ്ലാസ്റ്റിക്കാണ്. അതുപോലെ തന്നെ ഈ ഒരു ഷെൽഫിലാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല സൈസിനുള്ള ചെരുപ്പ് വെക്കാനുള്ള സ്പേസും കൂടെ ഉണ്ട് കേട്ടോ. പല സ്റ്റാൻഡും ഞാൻ കണ്ടിട്ടുണ്ട് ഈ ചെരുപ്പ് വെക്കുന്ന സമയത്ത് അധികം സ്പേസ് ഇല്ലാണ്ട് ഇരിക്കുന്നത്. പക്ഷെ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്പേസ് ഉണ്ട്. ഇത് ഫിറ്റ് ചെയ്യുന്ന ആ ഒരു സൈഡിൽ വന്ന പോർഷൻ മെറ്റൽ ആണ് കേട്ടോ. ആദ്യം ഞാൻ വിചാരിച്ചു ഇതിന് ഒട്ടും കനം ഇല്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് ഫിറ്റ് ചെയ്യുന്നത്. അവർ നെട്ടും ബോൾട്ടും ഒക്കെ നന്നായിട്ട് ഫിറ്റ് ചെയ്ത് കഴിയുമ്പോഴല്ലോ നല്ല അടിപൊളി ക്വാളിറ്റി തന്നെയാണ്. നന്നായിട്ട് ബലം നമുക്ക് തോന്നും കേട്ടോ. പിന്നെ ചെരുപ്പ് നമുക്ക് ചെരുപ്പ് വെക്കാനുള്ളതാണല്ലോ, അതിൽ കയറി ഇരിക്കാനുള്ള ബലമൊന്നും എന്തായാലും ഉണ്ടാവത്തില്ല. ചെരുപ്പ് വെക്കാനുള്ള ബലം ഉണ്ടാവും. ഞാൻ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായിട്ടോ. നല്ല അടിപൊളി തന്നെയാണ്. അത്യാവശ്യം കുറഞ്ഞ റേറ്റിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. 339 രൂപയ്ക്കാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ബ്ലാക്ക് കളറിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഉള്ളത്. അതുപോലെ തന്നെ ഇത് കാണാനാണെങ്കിലും നല്ല ഷോ തന്നെയാണ് കേട്ടോ. ഈ ഒരു പ്രൊഡക്റ്റ് എന്തുകൊണ്ടും ഈ ഒരു വിലക്ക് വേർത്തായിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റിന്റെ ലിങ്ക് ആവശ്യമുണ്ടെങ്കിൽ ലിങ്ക് എന്ന് കമന്റ് ചെയ്യുക കേട്ടോ. അടുത്തൊരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നതും വീട്ടിലേക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. ക്ലോത്ത് ഓർഗനൈസർ ആണ് കേട്ടോ. കബോർഡ് വർക്ക് ചെയ്യാത്ത വീടുകളാണെങ്കിൽ എന്തായാലും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. വീട്ടിൽ പിള്ളേരുണ്ടെങ്കിൽ പറയാൻ വേണ്ട. നമ്മുടെ കബോർഡിൽ നമ്മൾ എത്ര തന്നെ ഡ്രസ്സൊക്കെ മടക്കി വെച്ചാലും അതെപ്പോഴും അലങ്കോലമായിട്ടായിരിക്കില്ലേ കിടക്കണേ. എപ്പോഴും താഴെ ചാടിയും അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടിയൊക്കെ കിടക്കുമായിരിക്കും. അപ്പോൾ അതിനൊരു പരിഹാരമായിട്ടാണ് ശരിക്കും ഞാൻ ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. 3 എണ്ണം വരുന്ന ഒരു പാക്കാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. 3 എണ്ണം വരുന്ന പാക്കിനേക്കാൾ ലാഭമായിരിക്കും നമുക്ക് 6ഉം 7ഉം 8ഉം പാക്കൊക്കെ വരുന്നത് മേടിക്കുകയാണെങ്കിൽ. കാരണം ഒരെണ്ണം മേടിക്കുമ്പോൾ ഇതിന് അത്യാവശ്യം നല്ല റേറ്റ് വരികയും അതിൽ കൂടുതൽ മേടിക്കുമ്പോൾ നമുക്കിതിൽ റേറ്റിൽ ഒരുപാട് കുറച്ച് കിട്ടുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ഏതായാലും പിന്നീടും ഇത് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. കാരണം ഇത് വാങ്ങി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അത്യാവശ്യം നല്ലൊരു നമ്മുടെ കബോർഡിനൊക്കെ അത്യാവശ്യം നല്ലൊരു വൃത്തിയും നല്ലൊരു നീറ്റ്നെസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഓർഗനൈസർ വെച്ച സമയത്താണ് നമുക്ക് ഒരുപാട് സ്പേസ് കുറവാണ് കേട്ടോ. സ്പേസ് നമുക്ക് ലാഭമായിട്ട് കിട്ടുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഡ്രസ്സൊക്കെ മടക്കി വെക്കുമ്പോൾ എന്തോ ഒരു സ്ഥലം ഉണ്ടായാലും നമുക്ക് തികയില്ലല്ലോ. പക്ഷേ ഈ ഒരു ഓർഗനൈസറിൽ അത്യാവശ്യം നല്ലോണം സ്പേസ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ലോണം തന്നെ നമുക്ക് ഡ്രസ്സൊക്കെ കൊള്ളുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സ്പേസും കുറഞ്ഞതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരു ഓർഗനൈസറിന്റെ മുകളിൽ തന്നെ അടുത്ത ഓർഗനൈസറും നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് അലമാരിയിലൊക്കെ നമ്മൾ ഡ്രസ്സൊക്കെ മടക്കി വെക്കുന്നത് ഈ ഒരു ഓർഗനൈസറിലേക്ക് മാറ്റുവാണെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് സാധനങ്ങൾ മടക്കി വെക്കാനും പറ്റും. റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് ഈ ഒരു ബോക്സ് വരുന്നത്. അതുപോലെ തന്നെ ഗ്രേ കളറിലാണ് കേട്ടോ വരുന്നത്. ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 20 സെന്റിമീറ്റർ ആണ്. അതുപോലെ ഇതിന്റെ വിഡ്ത്ത് 48 സെന്റിമീറ്ററും ഡെപ്ത് 33 സെന്റിമീറ്റർ വരുന്നുണ്ട് കേട്ടോ. ക്ലോത്ത്സ് മാത്രമല്ല നമുക്ക് ടോയ്സ്, ബുക്സ്, മാഗസിൻസ്, ബേബി ഡയപ്പർ അതുപോലെയുള്ള എല്ലാ ഐറ്റംസും നമുക്ക് ഇതിൽ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റും. ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കിച്ചണിലേക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓർഗനൈസർ ആണ് കേട്ടോ. നൈഫ് ഓർഗനൈസർ അല്ലെങ്കിൽ സ്പൂൺ ഓർഗനൈസർ, ചോപ്സ്റ്റിക് ഓർഗനൈസർ എന്നൊക്കെ നമുക്കിതിനെ വിളിക്കാം. നല്ല അടിപൊളി ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഓർഗനൈസർ തന്നെയാണ് കേട്ടോ. പ്ലാസ്റ്റിക് ആണെങ്കിലും നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും പൊട്ടിപ്പോകത്തില്ല. 2 പീസായിട്ടാണ് നമുക്കിത് കിട്ടുന്നത്. മുകളിലത്തെ ഭാഗം ഇതുപോലെ വേറിട്ടാണ് കിട്ടുന്നത്. എന്നിട്ട് നമ്മൾ തന്നെ അത് സെറ്റ് ചെയ്യാനായിട്ടാ. ഈ ഒരു പ്രൊഡക്റ്റിൽ നമുക്ക് 6-7 കത്തികൾ വരെ നമുക്ക് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരു വലിയ കത്രികയും ചെറിയ കത്രികയും നമുക്കിതിൽ വെക്കാൻ പറ്റും. അത്യാവശ്യം ക്വാണ്ടിറ്റി തന്നെ നമുക്ക് സ്പൂണുകൾ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റും. അതുപോലെ ചോപ്പ് സ്റ്റിക്ക് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ നമുക്കിതിൽ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. അത്യാവശ്യം
സാധനങ്ങൾ നമുക്ക് ഇതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നുണ്ട്. ഈ ഒരു പ്ലാസ്റ്റിക് കട്ട്ലറിയുടെ ഉള്ളിൽ നന്നായിട്ട് ഹോളുകൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കത്തി വെക്കുമ്പോഴാണെങ്കിലും സ്പൂൺ വെക്കുമ്പോഴാണെങ്കിലും ഉണ്ടാവുന്ന വെള്ളമൊക്കെ താഴോട്ട് ഡ്രെയിൻ ചെയ്ത് പോകാനായിട്ട് സഹായിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, വെള്ളമൊക്കെ ഇരുന്നിട്ട് അങ്ങനെ തുരുമ്പ് പിടിക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല. ഞാൻ ഏകദേശം ഒരു 2 മാസത്തോളമായി ഇത് ഉപയോഗിക്കണം കേട്ടോ. 147 രൂപയ്ക്കാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് ഓൺലൈൻ വഴി മേടിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇതുപോലെ തന്നെ നമുക്കൊരു ഹുക്കും ഫ്രീ ആയിട്ട് ഇതിന്റെ ഒപ്പം കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല ബലമുള്ള ഹുക്കും കൂടെയാണ് കേട്ടോ. ഞാൻ അതിൽ ബാഗൊക്കെ തൂക്കിയിട്ടിട്ടാണെങ്കിലും അതിന് ഇതുവരെ ഒരു പ്രശ്നവും സംഭവിച്ചിട്ടില്ല. 12,319 പേര് റേറ്റിംഗ് കൊടുത്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ബേജ് കളറിലാണ് ഇത് വരുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ലിങ്ക് ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. അടുത്തൊരു ഐറ്റം എന്ന് പറയുന്നത് നമുക്ക് വീട്ടിലേക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആവുന്ന ഒരു സ്റ്റോറേജ് ബോക്സ് ആണ്. വീട്ടില് റൂമുകളിലൊക്കെ സ്ഥലം കുറവാണെങ്കിൽ തന്നെ നമുക്ക് ഡ്രസ്സ് മടക്കി വെക്കാനൊക്കെ സ്പേസ് ഇല്ലാത്തവർക്കും അതുപോലെ ടോയ്സ്, ബുക്ക്, പുസ്തകമൊക്കെ അടക്കി വെക്കാൻ നല്ല അടിപൊളി ബെസ്റ്റ് സാധനം തന്നെയാണ് കേട്ടോ. കാരണം ഞാൻ മേടിച്ചത് മെയിനായിട്ട് എൻ്റെ മക്കളുടെ ബുക്കും പുസ്തകവും കാര്യങ്ങളും ഒക്കെ എടുത്തു വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ബുക്കൊക്കെ ആണെങ്കിലും ഇങ്ങനെ അലങ്കോലായിട്ട് എപ്പോഴും കിടക്കത്തില്ല. ഞാൻ അത്യാവശ്യം വലിപ്പമുള്ള ടൈപ്പ് ഡ്രോയർ തന്നെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് 6 എണ്ണം വരുന്നതുണ്ട്, 4 എണ്ണം ഉണ്ട്, 3 എണ്ണം, 2 എണ്ണം, 1 എണ്ണം, അങ്ങനെ പല സൈസിലും നമുക്ക് കിട്ടും. പക്ഷെ എപ്പോഴും മേടിക്കുമ്പോൾ നമ്മൾ 6 എണ്ണം ഉള്ളത് മേടിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ എന്തായാലും 1 എണ്ണം വെച്ചാലും 2 എണ്ണം വെച്ചാലും നമുക്ക് അത്രയും സ്പേസ് അവിടെ നഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ കുറച്ച് എണ്ണം കൂടുതലുള്ള എടുക്കുകയാണെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാനും പറ്റും. ആ ഒരു സ്പേസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനും പറ്റും. റേറ്റിലാണെങ്കിലും നല്ല വ്യത്യാസം ഉണ്ടാവും. നമ്മൾ 6 എണ്ണം ഉള്ളത് മേടിക്കുന്നതും 1 എണ്ണം ഉള്ളത് മേടിക്കുന്നതൊക്കെ തമ്മിൽ നല്ല റേറ്റിന് വ്യത്യാസം വരും. അപ്പോൾ എപ്പോഴും നമ്മൾ ഡ്രോയർ കൂടുതലുള്ളത് മേടിക്കാൻ ശ്രമിക്കാം. പിന്നെ അതുപോലെ തന്നെ നല്ല വെറൈറ്റി കളറിലുള്ളത് നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ ഞാനൊരു അത്യാവശ്യം നല്ലൊരു സ്റ്റാൻഡേർഡ് കളറാണ് എടുത്തിട്ടുണ്ടായിരുന്നത്, ഒരു ഗ്രേ ആൻഡ് ബ്ലാക്ക് കളർ. എല്ലാം പീസ് ആയിട്ടാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. പിന്നെ അതിൻ്റെ ആ ഒരു ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ആ ഒരു പേപ്പറിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഫിറ്റ് ചെയ്യാനായിട്ടൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം എൻ്റെ മക്കൾ തന്നെയാണ് അതൊക്കെ ഫിറ്റ് ചെയ്തതും. അതുപോലെ തന്നെ ഈ ഒരു ഡ്രോയറിന്റെ അകം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സ്പേസ് ഉണ്ട്. ഒരാളുടെ തന്നെ ബുക്കും പുസ്തകമൊക്കെ നമുക്ക് ഒരു ഡ്രോയറിൽ തന്നെ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു 748 രൂപയ്ക്കാണ് കേട്ടോ. അതെന്തായാലും വേർത്താണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കടയിൽ നിന്ന് ഇതിനു മുന്നേ ഒരു 4 ഡ്രോയർ വരുന്ന ഒരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് 1000 രൂപയുടെ മുകളിലായിരുന്നു അന്ന് അതിന്റെ റേറ്റ് വന്നിരുന്നത്. അത് നമ്മൾ കിച്ചണിൽ പാത്രങ്ങളും കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളും ബൗളുകളൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് മേടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതും ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പോൾ അതിലും റേറ്റ് കുറഞ്ഞിട്ടാണ് നമുക്ക് 6 ഡ്രോയറിൽ കിട്ടുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടും വേർത്ത് തന്നെയാണ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് വെക്കാനുള്ള സ്പേസ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇത് എങ്ങനെ വെക്കുമെന്ന് വിചാരിച്ചപ്പോഴാണ് ഇത് കട്ടലിന്റെ ഒക്കെ ആ ഒരു സൈഡിൽ കാണുന്ന ആ ഒരു സ്പേസിലാണ് ഞാൻ കൊണ്ടുപോയി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അധികം സ്പേസ് ഇതിനെ കളയേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. ഇതുപോലെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഇത് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റും. ഈ ഒരു ഡ്രോയർ വിട്ടു പോകാന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചെരിച്ചൊക്കെ നോക്കിട്ടോ, പക്ഷെ ഇത് വിട്ടൊന്നും പോകത്തില്ല. അതിൽ സെറ്റാണ് കേട്ടോ. അടുത്തൊരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കിച്ചണിലേക്കുള്ള ഒരു ഓർഗനൈസർ ആണ്. പ്രത്യേകിച്ച് ഓവൻ, എയർ ഫ്രയർ, മിക്സി, ഗ്രൈൻഡർ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വെക്കാൻ പറ്റിയതാണ് കേട്ടോ. ഞാൻ എയർ ഫ്രയർ മേടിച്ച സമയത്ത് കിച്ചണിന്റെ സ്ലാബുമ്മ ഡയറക്റ്റ് വെച്ചേക്കായിരുന്നു കേട്ടോ. അപ്പൊ ആ ഒരു സമയത്ത് നമ്മളത് കുക്ക് ചെയ്യുമ്പോഴൊക്കെ അതിന്റെ ഒരു ബാക്ക് സൈഡിൽ കൂടെ വെള്ളം വിയർത്ത് വരുന്നുണ്ടായിരുന്നു. ആ ഒരു സ്ലാബുമ്മയൊക്കെ നിറച്ചും വെള്ളം ആവുമായിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങൾ വിചാരിച്ചത് കംപ്ലൈന്റ് ആയിരിക്കുമെന്ന്. പക്ഷെ നമ്മൾ ഡെമോ കാണിക്കാൻ വന്ന ആള് പറഞ്ഞു അത് കംപ്ലൈന്റ് ഒന്നും അല്ല, നിങ്ങളുടെ സ്ലാബിന് ഭയങ്കര ഈർപ്പുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഓവൻ ഇതുപോലെ തന്നെ കംപ്ലൈന്റ് ആവുകയും ചെയ്തു. അപ്പോൾ ഓവൻ നന്നാക്കിയ ആളാണ് പറഞ്ഞത് താഴെ നിന്നുള്ള ഈർപ്പത്തിന്റെ കൂടുതൽ കൊണ്ടാണ് ഇങ്ങനെ ഒരു കംപ്ലൈന്റ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലുള്ള എന്തെങ്കിലും ഒരു സ്റ്റാൻഡ് മേടിച്ച് വെച്ചോളാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാനും ഈ ഒരു എയർ ഫ്രയറിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റാൻഡ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ക്വാളിറ്റിയുള്ള സ്റ്റാൻഡ് തന്നെയാണ്. എയർ ഫ്രയർ മാത്രമല്ല, ഓവൻ, അതുപോലെ തന്നെ മിക്സി, ഗ്രൈൻഡർ, ഇങ്ങനെയുള്ള എല്ലാ ഐറ്റംസും നമുക്ക് ഇതിന്റെ മുകളിൽ വെക്കാൻ പറ്റും. ഇതിന്റെ മെറ്റീരിയൽ വന്നത് അയൺ ആണ്. അതുകൊണ്ട് തന്നെ നല്ല ബലമുണ്ട്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് വെക്കാൻ പറ്റും കേട്ടോ. ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ മേടിച്ചിട്ടുണ്ടായത് 675 രൂപയ്ക്കാണ്. ആ ഒരു റേറ്റിന് എന്തായാലും ഇത് വേർത്ത് തന്നെയാണ്. നല്ല അടിപൊളി പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്ത് ലിങ്ക് ഇട്ട് തരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, ബൈ, താങ്ക്